ഒഴിവായി. ഇമാമിങ്ങളെ മാനദണ്ഡമാക്കാതെ ഹദീസ് ചർച്ച ചെയ്യാൻ കഴിയൂല നിങ്ങൾ സമ്മതിച്ചല്ലോ, അതൊന്നും ഏറ്റവും വലിയ വിജയം. ഇമാമിങ്ങൾ പറഞ്ഞത് പറയാതെ നിങ്ങൾക്ക് മിണ്ടാൻ കഴിയില്ല. പിന്നെ സലഫി അതൊക്കെ സ്വന്തം കൗമിനെ മുന്നിലിരുത്തിയിട്ട് മതി. ഇപ്പൊ ജമിയത്തുൽ ഉലമ നേതാവ് അവിടെ ഇത് ഞങ്ങളോട് വേണ്ട, ഞങ്ങൾ തെളിവെന്താന്ന് പോലും മനസ്സിലാക്കാതെ പൊട്ടപ്പോയ തങ്ങൾ ഇപ്പൊ പറഞ്ഞത്. ഞങ്ങൾ ഇപ്പൊ എന്താ തെളിവ് പറഞ്ഞ ഞങ്ങൾ എന്തുകൊണ്ട് 20 നിസ്കരിക്കും? അതിന് തെളിവെന്താ പറയുക? പഠിച്ചു വെച്ചോളൂ. ഇജ്മാ സ്വഹാബയാണ്, സ്വഹാബത്തിന്റെ ഐക്യകണ്ഠേനയുള്ള തീരും. അതെന്തുകൊണ്ടാ സ്വഹാബത്തിന് നോക്കേണ്ടി വന്നത്? പഠിച്ചു വെച്ചോ. സുയൂത്തി ഇമാം നിങ്ങൾ വായിച്ചില്ലേ? ഞങ്ങൾ വായിച്ചു തരാത്. ഇബ്നു ഹജർ പറഞ്ഞു ഞങ്ങൾ വായിച്ചു തരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവർത്തനമാണ് ഒരു മുസ്ലിം ആദ്യം നോക്കുക. അതാണ് അലൈക്കും ബി സുന്നത്തി വ സുന്നത്തുൽ ഖുലഫാഇർ റാഷിദീൻ. അപ്പൊ നബി തങ്ങളുടെ പ്രവർത്തനം ഞങ്ങൾ ആലിമീങ്ങൾ നോക്കിയപ്പോ അതിൽ റക്അത്തിന്റെ എണ്ണം സ്ഥിരപ്പെട്ടു വന്നത് കണ്ടില്ല. അതാണ് സുയൂത്തി പറഞ്ഞത്. കള്ളത്തരം പറയുകയാണോ? എന്നിട്ട് നബി തങ്ങളുടെ പ്രവർത്തനത്തിൽ കാണാത്തത് കൊണ്ടാണ് ഞങ്ങൾ സ്വഹാബത്തിന്റെ ഇജ്മാ എടുത്തത്. പഠിച്ചോ. എന്നിട്ട് ഇയാൾ പറയാൻ നബി തങ്ങൾ നിസ്കരിച്ചത് അത് 20 ആണെന്നുള്ള വൈഫാണ് പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾ പണ്ടേ പറഞ്ഞതാ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇജ്മാ സ്വഹാബ നോക്കിയത്. പഠിച്ചു വെച്ചോ. അലൈക്കും ബി സുന്നത്തി വ സുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ. നബി തങ്ങളുടെ പ്രവർത്തനത്തിൽ നേരെ മാതൃക കണ്ടില്ലെങ്കിൽ ഞങ്ങൾ സ്വഹാബത്തിന്റെ മാതൃക നോക്കും കേട്ടോ. അതാണ് ഇബ്നു ഹജർ പറഞ്ഞത്. അതാണ് സുയൂത്തി. എന്നിട്ട് ഇയാൾ വാസാനാവുക. അത് വൈഫ. അത് ആരിവിടെ തെളിവാക്കി? ആര് തെളിവാക്കി? ഇവിടെ ഞങ്ങൾ പറഞ്ഞു അത് തെളിവാണെന്ന്. ഞങ്ങൾ പറഞ്ഞത് ഇജ്മാ സ്വഹാബ തെളിവാണ്. പഠിച്ചു വെച്ചോ. അൽ ഇജ്മാ മുഖദ്ദമുൻ അലൻ നസീ. പഠിച്ചു വെച്ചോളൂ. ഇജ്മാ ഉണ്ടായാൽ ഇതൊക്കെ ആര് ജമിയത്തിലൂടെ നേതാവാക്കി നിങ്ങളെ? അതാണ് ഞങ്ങൾക്ക് അറിയാത്തത്. ഒരു ഉസൂലും പഠിക്കാതെ വന്നു ഞങ്ങൾ പറഞ്ഞ തെളിവെങ്കിലും മനസ്സിലാക്കണ്ടേ? ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞത് ഇവിടെ നബിതങ്ങൾ നിസ്കരിച്ചു അതാണ് ഞങ്ങൾ ഹദീസിൽ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ നബിതങ്ങളുടെ നിസ്കാരത്തിന്റെ റക്അത്ത് വ്യക്തമായി ഒരു ഹദീസിലും കണ്ടിട്ടില്ല. 8 എന്നുള്ളത് ദഈഫാണ്, 20 എന്നുള്ളത് ദഈഫാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ സ്വഹാബത്തിന്റെ ഇജ്മാ നോക്കിയത്. അപ്പൊ കണ്ടു ഉമർ തങ്ങൾ നിസ്കരിച്ച 20 ആണ്. ഉമർ തങ്ങൾ നിസ്കരിച്ച 20 ആണെന്ന് വന്നപ്പോ എന്ത് മനസ്സിലായി? നബി തങ്ങൾ നിസ്കരിച്ചതും 20 ആണ് സ്ഥിരപ്പെട്ടു. കാരണം ഉമർ തങ്ങൾ നബിക്കത് ചെയ്യില്ല. അതുകൊണ്ട് ആ ഹദീസിന്റെ ദഈഫ് പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടു. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. പൊട്ടപ്പോട്ടം പറയരുത്.